ഹായ് വെൽക്കം ബാക്ക്. നമുക്കിന്ന് കേരള സ്റ്റൈലിലുള്ള ബീഫ് അച്ചാർ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, കുറേ കാലം കേടാകാതെ ഇരിക്കും. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീഫിൽ മസാലയൊക്കെ പുരട്ടിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. നേരത്തെ ഞാൻ മീനച്ചാറും ചെമ്മീൻ അച്ചാറും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചാറിന് ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അച്ചാറിന് ഉപ്പ് കൂടിപ്പോയാൽ കുറയ്ക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷെ ചില ഉപ്പൊക്കെ കുറച്ച് ചേർത്താലും നല്ല ഉപ്പ് തോന്നും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇനി ഇത് 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം കുക്കറിലിട്ടിട്ട് 5 മുതൽ 7 വിസിൽ വരെ വേവിച്ചെടുക്കാം. വിസിലിൻ്റെ എണ്ണം കുക്കർ അനുസരിച്ചിട്ട് മാറ്റം വരും. ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വറ്റിച്ചെടുക്കണം. ഈ വെള്ളത്തിൽ നിന്ന് കഷ്ണം മാത്രം പറക്കി എടുത്തിട്ട് വെള്ളം കളയരുത്. എന്നാൽ അതിൻ്റെ സത്ത് മൊത്തം അതിൽ പോവും, മസാലയും പോവും. അതുകൊണ്ട് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കുമ്പോൾ ആ മസാലയൊക്കെ ഇതിൽ പുരണ്ടിരിക്കുന്ന രീതിയിലായി കിട്ടും. വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ അച്ചാറെല്ലാം നല്ലെണ്ണയിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഈ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്, കൂട്ടിയിടരുത്. ഇനി താഴെയൊക്കെ ബ്രൗൺ നിറം ആകുന്ന വരെ വറുത്തെടുക്കാം. താഴെ ബ്രൗൺ നിറം ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ തിരിച്ചിട്ട ഭാഗവും ബ്രൗൺ നിറം ആയി വരണം. ഇതുപോലെ എല്ലാ സൈഡും ബ്രൗൺ നിറം ആയി വരണം. അതുവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. നമ്മൾ 2 സൈഡൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല ബ്രൗൺ നിറം ആകുന്ന വരെ വറുത്തെടുക്കാം. എല്ലാ കഷ്ണവും നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രമേ കുറേ നാൾ അച്ചാർ കേടാകാതിരിക്കുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ കരിഞ്ഞു കിടക്കുന്ന കുറച്ച് മസാലകളുണ്ടല്ലോ, അത് കോരി മാറ്റാം കേട്ടോ. മാക്സിമം കോരി മാറ്റാം. കുറച്ചൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരണം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം. 6-7 എണ്ണം ചേർത്താൽ മതി. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, 10 വെളുത്തുള്ളി. ഞാനിപ്പോൾ വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണം വരെ ചേർക്കാം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് കിടക്കാണ്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറി വരണം. ഇനി ഇതിലോട്ട് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തീ ഇപ്പം മീഡിയത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ചു വരുമ്പോഴേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോഴേ നമ്മുടെ മസാലയൊക്കെ അകത്തോട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒട്ടും നനവില്ലാത്ത കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കുറേ നാൾ കേടാകാതിരിക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ മീനച്ചാറും ചെമ്മീൻ അച്ചാറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.